അച്ചാർ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇത് ഫുള്ളായിട്ട് കാണുക. ഇതിൻ്റെ അവസാനം ഒരു ടിപ്പ് പറയുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഈന്തപ്പഴം അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി 2ആയി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ബൾബ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉലുവ ചതച്ചത് ഇട്ട് കൊടുക്കുവാണ്. ചതച്ചതായതുകൊണ്ടാണ് ഇപ്പം ഇട്ട് കൊടുത്തത്. അതേസമയം പൊടിയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണയുടെ ചൂട് കുറച്ചൊന്ന് ആറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് മുളക് പൊടി പെട്ടെന്ന് കരിയുമല്ലോ. ചൂടൊന്ന് ആറി വന്നപ്പോൾ 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ അച്ചാറിന് നല്ല കളറ് വരും. എരിവും വളരെ കുറവാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് LGയുടെ കായാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈന്തപ്പഴം 1/4 കിലോ ആണ് എടുത്തേക്കണത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കണം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം കുറച്ചൊന്ന് കുറുകണ വരെ നമ്മൾ അടുപ്പത്ത് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് ഇത്തിരി കുറവാണ്, അതുകൊണ്ട് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1-2 പച്ചമുളക് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ആ വെളുത്തുള്ളി ഇടുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈന്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ വരെ കഴിക്കാം നമുക്ക്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആറുമ്പോൾ വെള്ളം വറ്റുന്നു. ഇതാ നോക്കൂ, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നിങ്ങളിത് ബിസിനസ് ആക്കാൻ വേണ്ടിയാണ് ചെയ്യണതെന്ന്, അതായത് വിൽക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം ഈന്തപ്പഴത്തിന് 3 ഗ്രാം സോഡിയം ബെൻസൈറ്റ് ഈ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുപ്പികളിലാക്കി വെക്കുക. ഇത് സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.